ബംഗ്ലാദേശ് വീണ്ടും കത്തുകയാണ്. ഇത്തവണ കലാപകാരികളുടെ ലക്ഷ്യം ഭരണകൂടം മാത്രമല്ല, അവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ കൂടിയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭകാരികളുടെ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ ധാക്കയുടെ തെരുവുകൾ ചോരക്കളമായി. പ്രഥം ആലോ, ഡെയിലി സ്റ്റാർ എന്നീ ബംഗ്ലാദേശിലെ മാധ്യമ ലോകത്തെ പ്രമുഖ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. അവ തീയിടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു ജനത സ്വന്തം രാജ്യത്തെ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ ഈ മാധ്യമങ്ങളെ ഇന്ത്യൻ ഏജന്റുമാരെന്ന് വിളിക്കുന്നത്? നമുക്ക് നോക്കാം. സംഭവം തുടങ്ങുന്നത് ഹാദിയുടെ മരണത്തോടെയാണ്. ഇതിനു പിന്നാലെയാണ് പ്രക്ഷോഭകർ ആയുധങ്ങളുമായി മാധ്യമ ഓഫീസുകളിലേക്ക് ഇരച്ചു കയറിയത്. പ്രതിഷേധക്കാർ പറയുന്നത് പത്രങ്ങൾ സത്യം വിളിച്ചു പറയുന്നില്ല എന്നാണ്. അതിനേക്കാൾ ഗൗരവകരമായ ആരോപണം ഈ മാധ്യമങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ്. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ഇന്ത്യക്കുണ്ടായിരുന്ന ആത്മബന്ധം തന്നെയാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ വാർത്തകൾ നൽകിയിരുന്ന മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ പ്രക്ഷോഭകാരികളുടെ കണ്ണിലെ കരടാണ്. ഹസീന സർക്കാർ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നതെന്നും ഈ മാധ്യമങ്ങൾ ആ താൽപ്പര്യങ്ങൾക്ക് കുടപിടിക്കുകയാണ് എന്നുമാണ് പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നത്. ഇവിടെയാണ് നാം ഗൗരവകരമായി ചിന്തിക്കേണ്ടത്. ബംഗ്ലാദേശി മാധ്യമങ്ങളും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും നേരിട്ടുള്ള ബന്ധമുണ്ടോ? സത്യത്തിൽ പ്രഥം ആലോയും ഡെയിലി സ്റ്റാറും അന്താരാഷ്ട്ര നിലവാരമുള്ള വാർത്തകൾ നൽകുന്ന സ്ഥാപനങ്ങളാണ്. അവരുടെ എഡിറ്റോറിയൽ നിലപാടുകൾ മിക്കപ്പോഴും ജനാധിപത്യപരവും പുരോഗമനപരവുമാണ്. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ കാഴ്ചപ്പാടുകളുമായി ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ തീവ്ര നിലപാടുകളുള്ള സംഘടനകൾ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇന്ത്യയുടെ ചാരസംഘടനയായ റോ ഈ മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന പ്രചാരണം അവർ കാലങ്ങളായി നടത്തുന്നുണ്ട്. ഇന്ത്യയുമായുള്ള നദീജല കരാറുകൾ, അദാനി പവർ കരാറുകൾ, അതിർത്തിയിലെ വെടിവെപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ മാധ്യമങ്ങൾ ഇന്ത്യയെ വേണ്ടത്ര വിമർശിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പരാതി. ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടി എത്തിയതോടെ ഈ മാധ്യമങ്ങൾക്കെതിരെയുള്ള പക ഇരട്ടിയായി. ഇന്ത്യയോടുള്ള വിദ്വേഷം ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചുവിടപ്പെട്ടിരിക്കുകയാണ്. ഒരു രാജ്യത്ത് മാധ്യമങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിൻ്റെ സൂചനയാണ്. ഹാദിയയുടെ മരണം ഒരു നിമിത്തം മാത്രമാണ്. വർഷങ്ങളായി നീറിപ്പുകഞ്ഞ ഇന്ത്യ വിരുദ്ധതയും ഭരണകൂടത്തോടുള്ള പകയും ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളായി മാറിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഇന്ത്യൻ പക്ഷത്താണോ അതോ ജനപക്ഷത്താണോ എന്നതിനേക്കാൾ വലിയ ചോദ്യം ആക്രമണങ്ങളിലൂടെ വാർത്തകളെ നിശബ്ദമാക്കാൻ കഴിയുമോ എന്നതാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കേവലം ജനരോഷം മാത്രമല്ല ഉള്ളത്. ബംഗ്ലാദേശിലെ ഈ അസ്ഥിരതയും ഇന്ത്യ വിരുദ്ധതയും ആളിപ്പടർത്താൻ ചില ബാഹ്യ ശക്തികൾ തിരശീലയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കുന്നുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന പ്രകാരം പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI ഇതിൽ സജീവമാണ്. ബംഗ്ലാദേശിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്കും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾക്കും പാകിസ്ഥാൻ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തികളിൽ അശാന്തി വളർത്താൻ ബംഗ്ലാദേശിനെ ഒരു താവളമാക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഹവാല ഇടപാടുകളിലൂടെയും സന്നദ്ധ സംഘടനകളുടെ മറവിലൂടെയുമാണ് ഈ പണം വിഘടനവാദികളുടെ കൈകളിലേക്ക് എത്തുന്നത്. അതേസമയം ചൈനയുടെ ഇടപെടൽ മറ്റൊരു തലത്തിലാണ്. ബംഗ്ലാദേശിനെ കടക്കെണിയിലാക്കി വരുതിയിലാക്കാനാണ് ചൈനീസ് ശ്രമം. സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുകൾക്ക് വൻതോതിൽ പ്രചാരണം നൽകുന്നതിനും വ്യാജ വാർത്തകൾ പടർത്തുന്നതിനും ചൈനീസ് ബോട്ട് അക്കൗണ്ടുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയെ വളയുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിർത്താനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഹസീന സർക്കാരിൻ്റെ കാലത്ത് അടിച്ചമർത്തപ്പെട്ട വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് ഈ അയൽ രാജ്യങ്ങൾ പണം നൽകി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അയൽ രാജ്യത്തെ മാധ്യമങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും സാധാരണ ജനങ്ങളുടെയും അവസ്ഥ എന്താകും? ഇന്ത്യ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. അയൽ രാജ്യം കത്തുമ്പോൾ ആ ജ്വാലകൾ അതിർത്തി കടക്കില്ലെന്ന് നമുക്ക് കരുതാനാവില്ല. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങൾ തകർക്കപ്പെടുമ്പോൾ അവിടെ വാഴുന്നത് അരാജകത്വമാണ്. ബംഗ്ലാദേശിലെ ഈ പുക അടങ്ങുമോ അതോ വലിയ ഒരു കൊടുങ്കാറ്റായി ഇത് മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.